सबरों की जिंदगी कदम कदम जाती है जब पुण्य अड़िया രാവിലെ ഞായറാഴ്ച അല്ലേ അളിയാ സൺഡേ ഹോളിഡേ അല്ലേ കുപ്പി എടുക്കണ്ടേ നീ പേടി തന്നെ കുപ്പി എടുക്കാം നീ എടു ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ വരാം ഈ ടാറ്റബിർല അമ്പനിയും അല്ല പഠിച്ചു ഈ പാവപ്പെട്ട ഞങ്ങളെയും അല്ല കുപ്പി എടുക്കാൻ ഞാൻ ഉറക്കടിച്ച പാവം വിളിച്ച് ഞാൻ കാണാത്ത അതോ കണ്ടില്ല. ഞാനറിയാം ഈ തറവാട്ടി കുടിക്കേ അതെന്റെ തലകർച്ച നീനായിരിക്കും. ഇവിടെ അന്നത്തെ കടിച്ചിട്ട് ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കാൻ നിൽക്കരുത്. ഞാൻ അങ്ങനെ അലമ്പുണ്ടാക്കോളിയ അതിരിക്കട്ടെ. അവയുടെ ആരുടെ അബിയ? ഞാനിതൊരിക്കലും എക്സ്റേ നേരിട്ട് കണ്ടിട്ടില്ല. അതൊക്കെ കാണിച്ചു തരാം. വാ കമ്മോ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മുഴും ആണാണിവിടെ ഒരുത്തം പോയി. അഭിയാരടാ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയണേ. അബി എന്റെ ലവ് സ്റ്റോറി തന്നെ പറയാ. അത് ഒരു തേപ്പ് കഥ. ഒരു തേപ്പുമില്ല. ഏത് പെണ്ണാണെങ്കിൽ ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യുള്ളൂ. നീ ആയാലും അവനായാലും ഒരു എയ്ഡ്സ് ഉള്ള പെണ്ണിനെ കെട്ടോ? നീ കേട്ടോ? കെട്ടൂല. പിന്നെ അവളെ തേപ്പ് കുഴപ്പമൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഡേയ് സെന്റിയൊന്നും വേണ്ട, കേൾക്കാനുള്ള കൊതിയുണ്ട. നീ കഥ പറ. അതെന്തുവാ, കുഞ്ഞുനാളെ പോലെ അവളെനിക്ക് ഇഷ്ടമായിരുന്നു, അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ഒരുപാട് അവള് ഭയങ്കര കെയറിങ് ആണ്. അറിയാമോ, എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര സങ്കടമാണ്. അവളെ ഭയങ്കര ഇഷ്ടമുണ്ടാവും. ചുമ്മാ വന്നാടാ ഞാൻ. അല്ലെങ്കിലും പണ്ടേ കണ്ണാ നീ ഇങ്ങനെ തന്നെ നമ്മളെ കാണുമ്പോ ഒരുമാതിരി. അളയാ എനിക്ക് ആ ഷർട്ട് ചേരൂല അളയാ. നിനക്ക് എല്ലാ ഷർട്ടും ചേരും. നിനക്ക് ചേരാത്ത ഷർട്ട് നീ കാണിച്ചു തരുന്നത് എല്ലാ ഷർട്ടും ചേരും. പിന്നെ
അല്ല എനിക്കൊരു 2 ഷർട്ട് എടുക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യും, നീ കൊണ്ടുപോയ ഷർട്ടിൻ്റെ പൈസ ആദ്യം വന്നോ, എന്നിട്ട് ഷർട്ട് വേണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കാം. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിന്റെ വണ്ടി ഒന്ന് തരും, എനിക്ക് അവളെ കാണാൻ പോകണം. രേവതിയ അപ്പ് വർഷം കുറെ ആയില്ലടാ കൊണ്ടു കിടക്കണം, കിണ്ടി കളയുടെ അതിനെയൊക്കെ. നിനക്കേ അസൂയാണ്, അസൂയ. എന്നിട്ട് നീയൊക്കെ സിംഗിൾ പസങ്ക ആ പാട്ട് വിട്ടിട്ട് നീയൊക്കെ വെറുതെ സ്റ്റാറ്റസിൽ കുത്തിയിരിക്കാനല്ലേ പറ്റുള്ളൂ. സത്യം പറഞ്ഞ നിനക്ക് പെണ്ണുങ്ങളെ നോക്കണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കാത്ത. ഇനി നീ കൂടുതലൊന്നും പറയണ്ട. എനിക്കിതിൽ ഒരു ജട്ടി എങ്ങനെ നന്നായി തരണേ. എൻ്റെ സൈസിലുള്ള ജട്ടിയായ എൻ്റെ സൈസ് ആയിരുന്നെന്ന് പറഞ്ഞുതരാം. നിന്റെ സൈസ് നീ രേഖ എടുത്ത് ചോദിച്ചു, നമുക്കാവുമ്പോ കറക്റ്റ് അറിയാം സൈസ് എന്ത്. നീ വണ്ടിയിലെ താക്കോലുക. താങ്ക്സ് ബച്ചാ. ഡേയ് താഴെ മറ്റേതില്ലെന്ന് കരുതി ഇടാതിരിക്കരുത്. മറ്റേതാ അണിയ വിയർ ഹെൽമെറ്റ്. സോറി മച്ചാ, സേഫ്റ്റി ഫസ്റ്റ്. മിസ്അണ്ടർസ്റ്റാൻഡ്. ബൈ ബൈ. കേട്ട സത്യമാണോ? സത്യമാണോന്ന് നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കും. എനിക്കറിയില്ല, ഞാനല്ല. ഞാൻ പനിയൊന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴേ ഞാൻ അറിയാം. സത്യമാണ്. ഇതെല്ലാം വിശ്വസിച്ച് ഞാനെന്താ മണ്ടിയോ? നിന്നെ കണ്ണു കൊടുത്ത് വിശ്വസിച്ച് ഞാനാണ് മണ്ടി. നീ പൊറുത്തി ചാവോ? രേവതി, രേവതി പ്ലീസ്. എനിക്കറിയില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. രേവതി പ്ലീസ്. അവള് നടന്നൊരു പോക്കങ്ങ് പോയല്ലോ. എന്നിട്ട് പോയി. അല്ല ഈ അസുഖം എങ്ങനെ ഉണ്ടായേ? എങ്ങനെ ഉണ്ടായി അത് വിട്. ഓ അത് വിട്, എവിടെ പോയി കളിച്ചുണ്ടാക്കിയതായിരിക്കും. അല്ല നീ പറ. എണീക്കടാ, പോണ്ടേ? അവളെ കാണാൻ പോണം. ഇന്നലെ പറഞ്ഞില്ലേ നിന്റെ അടുത്ത്? എണീക്ക്, അവളെ കാണാൻ പോണം. സമയമായി, ലേറ്റ് ആവും. നീ എണീക്ക്, പെട്ടെന്ന് റെഡിയാവും. നീ അവിടെ നിൽക്കി, ഞാനിപ്പോ എത്തും. ഒരു 10 മിനിറ്റ് ലേറ്റ് ആവില്ല. ഒരു 10 മിനിറ്റ് ലേറ്റ് ആവും. വച്ചിട്ട് പോടേ. പാളിപ്പോ ഇതാണാടി നിന്റെ 10:30. ആ ആള് കലിപ്പിലാണല്ലോ. എന്ത് പറ്റി? അനുപേ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് അവനെ ഇഷ്ടമില്ല, നീ അവൻ്റെ കൂടെ നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ എന്തിനാണ് എവിടെ പോയാലും അവനെയും കൂടെ നടക്കുന്നത്? എടാ, അവൻ നിന്റെ ഫ്രണ്ടാണ്, അതൊക്കെ ഓക്കെ. പക്ഷെ അവൻ്റെ അസുഖം നിനക്കറിയാലോ, അവൻ എയ്ഡ്സ് ആണ്. അവൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ നിനക്കും ചീത്തപ്പേരുണ്ടാവും. നാളെ ഫിലിമിന് വരുമ്പോഴെങ്കിലും അവനെ കൊണ്ടുവരരുത്. എനിക്കൊരു പ്രൈവസി വേണം, പ്ലീസ്. ഓക്കെ, നാളെ നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ ഞാൻ അവനെ കൊണ്ടുവരില്ല. ഒരു ഐസ്ക്രീം ആയാലോ? ഓക്കെ.
പോവാം. ഇല്ലല്ലേ, ഞാൻ അവരോടൊന്നും പോവാം. ഇല്ല, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. അബി ബാ പോവാം. എവിടെയായിരുന്നേ ഇത്ര നേരം? ആളെ കുറച്ച് ലേറ്റ് ആയിപ്പോടെ. കുറച്ചല്ല, സമയം ഒരുപാടായി. നീ ഭയങ്കര പോസ്റ്റായിരുന്നു. നീ എന്റെ നൻപനല്ലേടാ. നൻപൻ നീ വാ വാ വാ. ഇതൊരു മുണ്ടി കളിയാ. അളിയാ എനിക്ക് വേണ്ടിയല്ലേടാ. നാലടി ബ്രോ, കരടി ഒരടി കൂടാ പൊളി. വല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും. അനിപ്പോ എവിടെ പോണു? അവളെ കാണാൻ വേണ്ടി പോകണം. ഞാനും വരാം. രണ്ടുപേരും ഷർട്ട് മാത്രം മാറ്റിയാൽ മതി. ഇല്ല നീ വരണ്ട, ഞാൻ പൊയ്ക്കോളാം. ഞാൻ എന്താ പറഞ്ഞു, ഷർട്ട് മാത്രം മാറ്റിയാൽ മതി. ഇപ്പൊ വരെ പോകും. അവൻ പോയി, നീ ഒരുങ്ങി ഇറങ്ങി. എന്തായാലും എനിക്ക് നാട്ടിൽ പോകണം, ട്രെയിനിന് പോകാൻ സമയമായി. നീ എന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ആക്കിത്താ. ബാ, ഞാൻ തന്നെ ബാഗ് ഇട്ടിട്ട്. നാട്ടിൽ പോയിട്ട് ഇനി എപ്പോഴാണ്? നാട്ടിൽ പോയിട്ട് ഞാൻ ഒരാഴ്ചക്കകത്ത് വരും. ഒരാഴ്ച? അമ്മ വിളിച്ചിരുന്നല്ലേ? ആ, അമ്മ വിളിച്ചിരുന്നു, അത്യാവശ്യമാണ്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു. പിന്നെ ശരി, എന്നാ പിന്നെ പോയിട്ടോ. ആളിയാടേ, ഞാൻ ഇല്ലയെന്ന് പറഞ്ഞ ആവശ്യമില്ലാത്ത വിഷയങ്ങളൊന്നും ഉണ്ടാക്കരുത്. പിടിച്ചു മാറ്റാരുമില്ല. അളേ, ഞാൻ വിഷയം ഉണ്ടാക്കൂല, ഉറപ്പ്. അത് ഇന്നലെ കുടിച്ചിട്ട് കാണിച്ചല്ലേ, എല്ലാം നമ്മുടെ ചങ്കാണ്ടാ. എന്നാലും സൂക്ഷിക്കണം. അതിൽ അവനൊക്കെ വെറും തരികിടകളെ പിടിച്ച പയ്യന്മാരാണ്. അവൻ്റെ അനിയനെയൊക്കെ സൂക്ഷിക്കണം. നീ ഇന്നെ തന്നെ ഒന്ന് കെയർ ചെയ്തോണം, ഒരു പ്രശ്നത്തിനും പോകരുത്. ഇല്ലടാ, ഞാൻ പോവില്ല, ഉറപ്പ്. പറയല്ലേ? ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോണത്. ഇല്ലല്ല, അതൊന്നും കുഴപ്പമില്ല. എന്തായാലും നീ വിട്ടോ, പോയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. നമുക്ക് പൊളിക്കാൻ വന്നിട്ട് എന്ത്? കാണാം. ശരി, പോയിട്ടോളെ. പോയിട്ടോളെ. ദിയാന മനസ്സിലായോ? ഓ മനസ്സിലായി. ഇപ്പൊ എന്താ ഇവിടെ? എവിടെ പോണു? വെറുതെ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. അനൂപിന്റെ കൂടെ ഞാനും വരാൻ വേണ്ടിയിരുന്നതാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് എന്നെ വിളിക്കാതെ പൊക്കളന്ന്. അതെ, ഞാൻ തന്നെ അവനോട് പറഞ്ഞു നിന്നെ വിളിക്കണ്ട. നീ എന്തിനാ അവന്റെ പിന്നാലെ നടക്കുന്നത്? സത്യം പറഞ്ഞാൽ നീ ഞങ്ങൾക്കൊരു വലിയൊരു ശല്യമായിരുന്നു. നീ ഇന്നില്ലാത്ത കാരണം ഞങ്ങൾ എന്ത് ഹാപ്പി ആയിരുന്നെന്ന് അറിയാവോ? നിനക്ക് എൻ്റെ അനൂപിലെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൂടെ പ്ലീസ്? നിനക്ക് വേറെ ഫ്രണ്ട്സ് ആരുമില്ല? എനിക്ക് വേറെ സുഹൃത്തുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷെ നിന്റെ അനൂപിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവനോ നിനക്കോ എന്നെ ഒന്ന് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ അടുത്തൊന്ന് പറയായിരുന്നു, ഞാൻ പറഞ്ഞ ഇഷ്ടമല്ല എന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ അനൂപിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എടി, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലോ, ഇന്ന് 2-1 അറിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ. നീ ഫോണ് വെക്ക്. നീ ഇന്ന് അവളെ വഴി വെച്ച് കണ്ടപ്പോ സംസാരിച്ചാടാ? സംസാരിച്ചിരുന്നു. എന്തിന്? അതിന്റെ ആവശ്യം തോന്നുന്നു.
ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ പെണ്ണിനെ വഴി വെച്ച് കണ്ട് നീ സംസാരിക്കേണ്ട കാര്യമില്ല. ആ കാര്യമില്ല അനൂപേ, ഞാൻ ജസ്റ്റ് അവളെ കണ്ടപ്പോ നീ സംസാരിച്ചത്. സംസാരിക്കേണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. നിനക്കൊരു കാര്യം അറിയാമോ? നിന്റെ അടുത്ത് ഞാൻ ഈ കാണിക്കുന്ന കൂട്ടും നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതും നിന്റെ അടുത്തുള്ള വെറും സിമ്പതി കൊണ്ട് മാത്രമാണ്. അതിനെ നീ കൂടുതൽ മുതലെടുക്കല്ലേ. അനൂപേ നീ ഇപ്പൊ ഫിറ്റ് ആണ്, നമുക്ക് പിന്നെ സംസാരിക്കാം. അനൂപേ ഞാൻ ഫിറ്റ് ആയാലും ഫിറ്റ് അല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. ഇവിടെ സംസാരിക്കും മുഖത്ത് നോക്കടാ നീ. എനിക്ക് പറയാനുള്ള ആരെ മുഖത്ത് നോക്കിയാലും ഞാൻ പറയും. അതാണ് എന്റെ സ്വഭാവം. എടാ നിനക്കൊരു കാര്യം അറിയാമോ? ഈ വീട്ടിൽ വാടക കൊടുക്കണ ഞാൻ. നിന്നെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കണം. നീ ഇവിടെ ഓസിനല്ലേ താമസിക്കുന്നത്. നിനക്ക് ഇത്തിരി ഒരു ഉളുപ്പുണ്ടെങ്കിൽ നിന്റെ സാധനം എന്താണ് എടുക്കേണ്ടതെന്ന് വെച്ച് എടുത്തോണ്ട് പോടെ. എനിക്ക് മതിയേ. ഇപ്പൊ ഇറങ്ങണം എന്റെ വീട്ടിൽ നിന്ന്. നിനക്ക് എടുക്കാനുള്ള എന്താണെന്ന് വെച്ച് എടുത്തോണ്ട് ഇറങ്ങണം. അമ്മ വിളിക്കുന്നുണ്ട്, കുറച്ചേരത്തേക്ക് നീ മര്യാദ സംസാരിക്കും. നിന്റെ അമ്മ അവളെ വേണം ആദ്യം അടിക്കാൻ. നിന്നെ പോലുള്ള ഉത്തരം ഉണ്ടാക്കിയില്ലേ? ഇറങ്ങണം എന്റെ വീട്ടിൽ നിന്ന്. എന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്നാ നമുക്കൊരു പണിയാവും. എടാ അവൻ നിന്നെ മാക്സിമം മുതലെടുക്കേണ്ട രീതിയിലെല്ലാം മുതലെടുത്തു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണ്? അവനെ വെറുതെ വിടാനാണോ തീരുമാനം? ഇന്ന് നിന്റെ പെണ്ണിനെ ഞാൻ വഴി തടഞ്ഞെടുത്ത് സംസാരിച്ചു. നിന്നെ തല്ലി, വിളിച്ചു വരുത്തി എന്റെ കൂട്ടുകാരനെ തല്ലി. നാളെ നിന്റെ പെണ്ണിനെ വഴി തടഞ്ഞെടുത്ത് കയറി പിടിക്കൂലെന്ന് ആരുണ്ട്? ഇനി പറ, അവൻ എന്ത് ചെയ്യണം? എന്തിനേതിന് ഞാൻ ഉണ്ട് നിന്റെ കൂടെ. എവിടെ കാണാടാ പന്നി? എവിടെ ഉണ്ടെങ്കിലും പൊക്കണം. വാ. ഹലോ 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 കൊച്ചുണ്ണി, എവിടെ ഉണ്ടാ? അതൊക്കെ ഉണ്ട്. ആ എയ്ഡ്സ് വേണ്ടിയ തൂക്കണം. നീ വേഗം വീട്ടിലോട്ടോ. എനിക്കറിയായിരുന്നടാ നീ വരുമെന്ന്. പെട്ടെന്ന് നീ ആയപ്പോണ്ടാണോ നീ സങ്കടം വന്നത്. അല്ല ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ അമ്മയ്ക്ക് നിങ്ങളല്ലടാ ഉള്ളൂ. പെട്ടെന്ന് സങ്കടം വന്നോണ്ടാണ് അറിയാം. ഹലോ അബ്ബ. മോനെ നീ എവിടെയാടാ? ഈ അമ്മ ഇവിടെ എന്നെ കാത്തിരിക്കൊണ്ട് നിനക്ക് ഓർമ്മയുണ്ടോ? വീട്ടിലേക്ക് വാടാ. അമ്മ ഇവിടെ തനിച്ചാടാ. എനിക്ക് ജീവിക്കട്ടെ, എനിക്ക് മരിക്കാം. അങ്ങനെ പറയില്ലേടാ മോനെ. നിന്റെ കൂട്ടുകാരും എന്നെ തള്ളി പറഞ്ഞില്ലേ? അമ്മയ്ക്കത് നേരത്തെ അറിയായിരുന്നു. പക്ഷെ നീ അമ്മയെ തള്ളിക്കളഞ്ഞില്ലേടാ. ഞാൻ വരാമോ? പെണ്ണും നീ വാഴ വേണ്ടും എന്തെങ്കിലും
ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നമ്മളെ ചേട്ടന്മാർ തമ്മിൽ എങ്ങനെയാണ് തെറ്റിയത്? ഇപ്പൊ നിന്റെ ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടൻ അന്നത്തെ പ്രശ്നത്തിന് ശേഷം വീട്ടിൽ വന്നിട്ട് എന്നോടും അമ്മയോടും ഒരുമാതിരിയായിരുന്നു. പക്ഷെ ഇന്ന് ചേട്ടൻ മരിച്ചിട്ട് 2 വർഷം. ചേട്ടന്മാരുടെ കഥ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ എന്തായാലും പോണ്ടാ, വീട്ടില് ബന്ധുക്കാരൊക്കെ വരും. ചേട്ടൻ്റെ ചടങ്ങല്ലേ. എല്ലാരും പോയി, നമുക്ക് തെറിച്ചാലാ? കിടന്ന് വിളിച്ചോള്. ആരാടാ? അമ്മയാടാ. നിനക്ക് കോൾ എടുത്താലെന്നാടാ? ഹലോ അമ്മ ഇതാ പറഞ്ഞു, ചോറെടുത്ത് പോയി. അമ്മമാര് വിളിച്ച അപ്പ ഫോൺ എടുക്കണോ? വെറുതെ അവർ ടെൻഷനാക്കാൻ നിൽക്കുന്നു. കഥ കൊള്ളാല്ലേ? ആ കൊള്ളാം. ആൾക്കാരൊക്കെ കാണും. കാണുന്നവര് കണ്ടാ മച്ചാനെ.